ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ നമ്മളിവിടെ ഒരുമിച്ച് ചേർന്ന് ബലിയർപ്പിക്കുന്നത്, ഈ വിശുദ്ധ തീർത്ഥാടനം നടത്തുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അതായത് മർക്കോസ് 6-ാം അധ്യായം 6-ാം വാക്യം, അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. സങ്കടമല്ലേ തോന്നേണ്ടത്? അപ്പോൾ വിസ്മയിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മളൊന്ന് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് ധ്യാനിക്കാം. ഒരു കുടുംബം അവരുടെ കുഞ്ഞിന് മുടി വടിക്കാമെന്ന് നേർച്ച നേർന്നു. ചെറിയ കുഞ്ഞ്, കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്ന കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞ് സമ്മതിക്കുന്നില്ല മുടി വടിക്കാൻ. അപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ 2-3 വയസ്സ് കാണുമായിരിക്കും. അപ്പോൾ അവർ നേർന്ന നേർച്ചയാണല്ലോ മുടി വടിക്കാമെന്ന്. കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിന് ജനിക്കുമ്പോൾ തന്നെ മുടി വടിക്കണം കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ, പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവർ നേർന്നതാണ്. അപ്പോൾ പക്ഷേ അവർക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ സങ്കടം വന്നിട്ട് അവർ, അച്ഛാ കൊച്ചിന് പകരം ഞങ്ങളാരെങ്കിലും വടിച്ചാൽ മതിയോ? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടും. മുടിവടിക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഒരു കാര്യമില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ കർത്താവിനോടൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. കർത്താവ് പറഞ്ഞത് ചെയ്യാതിരുന്നിട്ട് ഒരു വിഷമവും നമുക്കില്ല. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ദിവസത്തെ സുവിശേഷം, ഇന്നലെ വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ തിരുനാളായിരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടിയിരുന്ന സുവിശേഷ ഭാഗം അത് രക്തസ്രാവക്കാരി വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചിട്ട് സൗഖ്യം കിട്ടിയ കാര്യമാണ്. അത് ഈശോയുടെ അനുവാദമില്ലാതെ തന്നെ അവളുടെ വിശ്വാസത്തെ പ്രതി അവൾ സൗഖ്യം മേടിച്ചെടുത്തു. സൗഖ്യം അവൾ വാങ്ങിച്ചെടുത്തു. ഈശോയുടെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി എന്ന്, അത് ഈശോയെ തൊടുന്നതിന് തുല്യമല്ലേ? അല്ലാതെ തൊട്ടിൽ നേർച്ചയോ അല്ലെങ്കിൽ ചരട് കെട്ടലോ അല്ലെങ്കിൽ താഴുംപൂട്ടും തൂക്കിയിടലോ ഒന്നും അല്ലല്ലോ. അത് ഈശോയെ ഒന്ന് തൊട്ടാൽ മതി, ഞാനൊന്ന് കുമ്പസാരിച്ചാൽ രക്ഷപ്പെടും എന്നൊരു വിശ്വാസം, അതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈശോ അവിടെ ഒന്നും ചെയ്തില്ല. വചനം പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം വാക്യം, ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ട്, നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. പക്ഷേ വിശ്വാസത്തിൽ ഒരു വിശുദ്ധി വേണം. വിശ്വാസത്തിൽ വിശുദ്ധി വേണം. കറകളഞ്ഞ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. സങ്കീർത്തനം 115:12 കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. പ്രിയ ദൈവ പൈതലെ, നീ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ദൈവത്തിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. പക്ഷെ നിന്റെ വിചാരം യേശുവിനെ കുറിച്ചല്ല, കുറുക്കു വഴിയിലൂടെ എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് നിന്റെ വിചാരം. ഒരു ചരട് വാങ്ങിച്ചിട്ട് ഓതറൈസ്ഡ് ഡീലേഴ്സ് അല്ല അവിടെ നിൽക്കുന്നത്. വഴിയിൽ നിങ്ങൾ കാണും ഓതറൈസ്. ഇത്രയും വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ വഴിയിൽ നിന്ന് കച്ചവടം നടത്താൻ ആരെയെങ്കിലും അറേഞ്ച് ചെയ്യുമോ? അങ്ങനെ ചെയ്യുമോ? ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വഴിയിൽ ഇത് പ്രാർത്ഥിച്ചാൽ, ഇത് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറയുന്നവരെ അങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തുമോ? ഓതറൈസ്ഡ് ഡീലേഴ്സ് അല്ല, ഈശോയാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സൗഖ്യം നൽകുന്ന സൗഖ്യത്തിൻ്റെ ഉറവിടം. അപ്പം ഈശോ ഫുള്ള് സൗഖ്യമാണ്. അവൾക്കറിയാം വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി എന്ന് അവൾ അറിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഈശോയ്ക്ക് ഈ വിശ്വാസരാഹിത്യം മൂലം, കറകളഞ്ഞ വിശ്വാസമില്ലാത്തത് കൊണ്ട്, വിശ്വാസത്തിൽ വിശുദ്ധിയില്ലാത്തത് കൊണ്ട്, അവിടെ വിശ്വാസരാഹിത്യത്തെ പ്രതി ഈശോ വിസ്മയിച്ചിട്ട് അവിടെ ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഈ തീർത്ഥാടനം നടത്തിയാലും നമുക്ക് ഈശോയിലുള്ള വിശ്വാസം ഇല്ല എങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അവിടെയാണ് വിശുദ്ധ ആഗത്തയുടെ സാക്ഷിയൊക്കെ വളരെ വലുതാകുന്നത്. അതായത് കർത്താവിൻ്റെ വിശ്വാസത്തെ പ്രതി, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നതിനെ പ്രതിയാണ് അവൾ പീഡിപ്പിക്കപ്പെട്ടത്.
അവളുടെ സൗന്ദര്യം കണ്ടിട്ട് ഒരുത്തൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇവളത് വിസമ്മതിച്ചു. ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് പകയായി. അവൻ ഒറ്റുകൊടുത്തു. അവൻ നാട്ടിലെ പ്രമാണിക്ക് ഇവൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചോണ്ട് പോയി. എന്നിട്ട് കമ്പി കൊണ്ട് പൊള്ളിച്ചു. ഒരു സ്ത്രീയെ മാറിടങ്ങൾ മുറിവേൽപ്പിച്ചു. അങ്ങനെയാണ് വിശുദ്ധ. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഈ വിശുദ്ധയോട് പ്രാർത്ഥിക്കാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ വിശുദ്ധയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ വിശുദ്ധയെ, മാറിടങ്ങൾ മുറിവേറ്റ വിശുദ്ധയെ അവരെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തി. ആ ദിവസം വിശുദ്ധ പത്രോസ്ലീഹ വിശുദ്ധ ആഗത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഒരു മരുന്നുമായിട്ടാണ് വന്നത്. മാറിടത്തിൽ പുരട്ടിയാൽ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിശുദ്ധയ്ക്ക് വിശ്വാസത്തിൽ വിശുദ്ധിയുള്ളത് കൊണ്ട് വിശുദ്ധ പറഞ്ഞു, എൻ്റെ തമ്പുരാൻ മരുന്ന് വേണ്ട, എൻ്റെ തമ്പുരാൻ തൊട്ടാൽ മതി എന്നെ, ഞാൻ സൗഖ്യം പ്രാപിക്കും. എനിക്ക് മാറിടം കാണിച്ചു കൊടുത്തില്ല. വിശുദ്ധ പത്രോസ് ആണെങ്കിലും ശരി, അത് പുണ്യവാളത്തിയുടെ ഒരു കാര്യമാണത്. ഞാൻ മാറിടം കാണിച്ചു തരില്ല, മരുന്ന് പുരട്ടാൻ ഞാൻ മാറിടം കാണിച്ചു തരില്ല, അങ്ങനെ വേണ്ട, എനിക്ക് അങ്ങനെ ഒരു സൗഖ്യം വേണ്ട, എനിക്ക് കുറുക്കു വഴിയിൽ സൗഖ്യം വേണ്ട, എൻ്റെ തമ്പുരാനെ തൊട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പുണ്യവാളൻ സൗഖ്യം കൊടുത്തു എന്നാണ് പറയുന്നത്, പുണ്യവാളൻ്റെ മാധ്യസ്ഥ്യം വഴി. അതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്ക് വിശുദ്ധ പത്രോസ്ലീഹായോടും പ്രാർത്ഥിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം, ഇന്നത്തെ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഹെബ്രായ 12:14 വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. ഹെബ്രായ 11:6 പറയുന്നുണ്ട്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അപ്പോൾ വിശ്വാസത്തിൽ ഒരു വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. കറകളഞ്ഞ വിശ്വാസം വേണം. അങ്ങനെ അപ്പോൾ ഇവരെന്തിനാ ഇടറിയത്? ഈശോ അവൻ ഇന്നയാളുടെ മകനല്ലേ, ഇന്നയാളല്ലേ. ഈശോയിൽ അവർക്കൊരു വിശ്വാസം വന്നില്ല. തൊട്ടു മുമ്പത്തെ ദിവസമാണ് ഈശോ സൗഖ്യം കൊടുത്തത്, ജായിറൂസിന്റെ മകളെ സുഖപ്പെടുത്തിയത്, രക്തസ്രാവക്കാരി സുഖം പ്രാപിച്ചത്. അതിന് തൊട്ടടുത്ത ദിവസമാണ് അവരുടെ വിശ്വാസരാഹിത്യം കണ്ടിട്ട് ഈശോ വിസ്മയിച്ചു. അപ്പോൾ ഈ ആഗത്ത് അങ്ങനെ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ സൗഖ്യം പ്രാപിച്ചു എന്ന് കണ്ടിട്ട് വീണ്ടും അവളെ പീഡിപ്പിക്കാൻ തുടങ്ങി. എന്തിൻ്റെ പേരിൽ? അവൾ വീണ്ടും പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. എങ്ങനെയാണ് ഒരാൾക്ക് വീണ്ടും ഇത്ര ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ടും വീണ്ടും കർത്താവിനെ ഏറ്റുപറയാൻ സാധിക്കുന്നത്? അതാണ് കറകളഞ്ഞ വിശ്വാസം. ഞാനിങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആഘോഷിച്ച വിശുദ്ധരെ, വിശുദ്ധ സെബസ്റ്റ്യാനോസ്, നമ്മൾ വിചാരിക്കുന്ന അമ്പെയ്താണ് മരിച്ചതെന്ന്. അമ്പെയ്ത് മരത്തിൽ വരിഞ്ഞുകെട്ടി അമ്പെയ്തിട്ടും അദ്ദേഹം മരിച്ചില്ല. ഒരു ഐറിൻ എന്ന യുവതി അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയി ശുശ്രൂഷിച്ചു. എന്നിട്ട് ഐറിൻ എന്ന യുവതി അദ്ദേഹത്തെ ഉപദേശിച്ചു, പോകരുത്, രാജാവിൻ്റെ അടുക്കൽ ഇനി പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും പോയി, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ഗദ കൊണ്ട് അടിച്ചു കൊന്നു കളയുന്നത് വിശുദ്ധ സെബസ്റ്റ്യാനോസിനെ. വിശുദ്ധ ജോൺ ബ്രിട്ടോ ഇന്നലെ ആഘോഷിച്ച വിശുദ്ധനാണ്. ആ വിശുദ്ധൻ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു 12 വർഷം തമിഴ്നാട്ടിലെ മധുര കേന്ദ്രമാക്കി സുവിശേഷ പ്രഘോഷണം നടത്തിയ ആളാണ്. കുറേ പേരെ മാമോദീസ മുഖ്യതാണ്. വിരോധമുണ്ടായി, നാട്ടിലെ പ്രമാണികൾക്ക് വിരോധമുണ്ടായി. അദ്ദേഹം പോയി. പക്ഷെ 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു. അങ്ങനെയാണ് ഇന്നലത്തെ വിശുദ്ധനെ ജോൺ ബ്രിട്ടോയെ കഴുത്തറുത്ത് കൊന്നു കളയുന്നത്. അപ്പോൾ ഈ വിശുദ്ധ വീണ്ടും ചെന്നു, മാറിടമൊക്കെ സുഖം പ്രാപിച്ച ആരോഗ്യത്തോടെ വീണ്ടും ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് കുപ്പിച്ചില്ലുകൾക്ക് മീതെ, കൂർത്ത കുപ്പിച്ചില്ലുകൾക്ക് മീതെ വിശുദ്ധ ഇങ്ങനെ ഉരുട്ടി. ഒന്ന് ഓർത്ത് നോക്കി, ഒന്ന് ഇമാജിൻ ചെയ്ത്. ഇന്ന് ചുട്ടുപഴുത്ത കൽക്കരികൾക്ക് മുകളിലൂടെ വിശുദ്ധയെ കിടത്തി ഉരുട്ടി. ഇത്രയുമായപ്പോൾ വിശുദ്ധ പറഞ്ഞു, കർത്താവെ, ഞാൻ അങ്ങേക്ക് എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കുകയാണ്, ഇനി എന്നെ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ് അങ്ങനെ മരണപ്പെട്ടു. അതാണ് ഈ വിശുദ്ധയുടെ ഈ ജീവചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഈ ഇത്ര കറകളഞ്ഞ വിശ്വാസത്തിന് ഇവരെ പ്രേരിപ്പിക്കുന്നത്? വിശുദ്ധ ആഗത്തയെ, വിശുദ്ധ സെബസ്റ്റ്യാനോസിനെ, വിശുദ്ധ ജോൺ ബ്രിട്ടോയെ ഇവരെ പ്രേരിപ്പിക്കുന്ന എന്താണ്? ഇവർക്ക് കുറുക്കു വഴിയില്ല. ചരട് കെട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചരട് ഏതെങ്കിലും ഒരു മരത്തിൽ, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മരത്തിൽ കെട്ടുന്നതാണോ വിശ്വാസം? കർത്താവായ യേശു ക്രിസ്തു സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടമായി പരിശുദ്ധ കുർബാനയിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ഏതോ ഒരു മരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിത്തൂക്കിയാൽ നമുക്ക് അനുഗ്രഹം കിട്ടുന്നതാണോ നമ്മുടെ വിശ്വാസം?
നമുക്കിപ്പോഴും ഓതറൈസ്ഡ് ഡീലർ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. വഴിയില്, പെരുവഴിയില് നമ്മളെ മാടി വിളിക്കുന്ന പ്രലോഭനങ്ങളിലാണ് നമ്മൾ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ നിങ്ങളുടെ വിശ്വാസ രാഹിത്യത്തെ പ്രതി ഈശോ ഇങ്ങനെ വിസ്മയിച്ച് നിൽക്കുകയാണ്. എന്താണ് മക്കളെ ഞാൻ ഈ കാണുന്നത്? ഇനി ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ പഴിചാരും. പറയും, എണ്ണം പറഞ്ഞു പറയും, ഞാൻ എത്ര തവണ ഇവിടെ വേളാങ്കണ്ണി വന്നു. പ്രിയ ദൈവവേദന, നീ വേളാങ്കണ്ണി വന്ന കണക്കാണോ നിന്റെ വിശ്വാസത്തിന്റെ ആഴം? നീ കർത്താവിനെ പ്രതി കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും കർത്താവിനെ ചങ്കോട് ചേർത്ത് വെച്ച് നീ സ്നേഹിച്ചോ? അതാണ് നിന്റെ വിശ്വാസത്തിന്റെ ആഴം. ഇനിയും വിശ്വാസത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ വെള്ളം ചേർക്കും. ഞങ്ങളിങ്ങനെ അച്ഛന്മാർ പറയും, ഇതൊന്നും ചെയ്യരുത്, ഇത് യഥാർത്ഥത്തിൽ തെറ്റാണ്. അപ്പോൾ അവർക്ക്, അച്ഛാ തൊട്ടിലൊക്കെ കെട്ടിട്ട് കൊച്ചുണ്ടായ അച്ഛാ, അച്ഛൻ എന്താണ് ഈ പറയണത്? ചരട് കെട്ടിട്ട് കല്യാണം നടന്നേ അച്ഛാ, അത് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചല്ലേ? വല്ല മരത്തിലും ചരട് കെട്ടിയെന്നേരം നിങ്ങൾക്ക് കല്യാണം നടക്കുമോ? അങ്ങനെയാണോ? അതാണോ നമ്മുടെ വിശ്വാസം? അതായത് വെള്ളം ചേർക്കുന്നത് കണ്ടോ? വിശ്വാസത്തിന്റെ കാര്യത്തിൽ വെള്ളം ചേർക്കുന്നത് കണ്ടോ? അഭിഷിക്തര് പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ കൂട്ടാക്കാത്തത് കണ്ടോ? നിസ്സാരമായിട്ട് വെള്ളം ചേർക്കുന്നത് കണ്ടോ? വിശ്വാസത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ വെള്ളം ചേർക്കും. പ്രിയ ദൈവ പൈതലേ, നമുക്ക് പ്രത്യേകം ഇന്നത്തെ വിശുദ്ധയൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവർ എന്ത് കറകളഞ്ഞ വിശ്വാസമാണ്. എൻ്റെ ഈശോയെ, എനിക്ക് വിശ്വാസം തരണമേ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. നമുക്കതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന വിശ്വാസം, ഞാൻ വിശ്വാസിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇത് തന്നെയാണോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തന്നെയാണോ എൻ്റെ വിശ്വാസം? ഞാനിപ്പോൾ കൊണ്ടുനടക്കുന്ന വിശ്വാസം അത് യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുന്ന വിശ്വാസം തന്നെയാണോ? എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് വിചിന്തനം ചെയ്തിട്ട് നമുക്ക് കർത്താവിലേക്ക് അനുതാപപ്പെട്ട് കറകളഞ്ഞ വിശ്വാസത്തിലേക്ക്, വിശുദ്ധിയുള്ള വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്കിനിയും കുമ്പസാരത്തിനും കുർബാന സ്വീകരണത്തിനും ഈശോയെ തൊടുന്ന വിശ്വാസമാണത്. ഈശോയെ തൊടുന്നതാണ് കൂദാശകളിലൂടെ. ഈശോയെ സ്പർശിക്കാൻ പറ്റുന്ന കാര്യമാണ് കൂദാശകളിലൂടെ. ഈശോയുടെ ചേർന്ന് ഒട്ടി നിൽക്കാൻ പറ്റുന്നതാണ് കൂദാശകളിലൂടെയുള്ള അഭിഷേകം. ഇനിയും അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ പ്രിയ ദൈവപൈതലേ, നീ തീരുമാനിക്ക്, ദൈവം നിന്നെ അനുഗ്രഹിക്കും. കാരണം സങ്കീർത്തനം 115:12 കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.